സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, കോരാഗ് പുത്രന്മാർ എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് ഇത്. അപ്പം പലപ്പോഴും പലവിധമായ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയവരാണ് ഈ കോരാഗ് പുത്രന്മാർ. പക്ഷെ അവർക്ക് ആ കഷ്ടങ്ങളിൽ അധികമായിട്ട് ആരും തുണ നിന്നിട്ടില്ല. പക്ഷെ ദൈവം അവർക്ക് പലപ്പോഴും തുണയായി നിന്ന് അവരെ വിടുവിച്ചിട്ടുണ്ട്. അവർ പാടുകയാണ്. അപ്പം നമുക്ക് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത സങ്കേതമായി തുണയായി നിൽപ്പാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയുകയില്ല എന്ന്. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം നമ്മുടെ ജീവിതങ്ങളിലും പലതും അത് നമുക്ക് അറിവിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ടായിരുന്നപ്പോൾ നമ്മോടുകൂടെ ഇരിപ്പാനും സന്തോഷിപ്പാനും നമുക്ക് നിറയെ പേരുണ്ടായിരുന്നു. പക്ഷേ നാം കഷ്ടത്തിലായപ്പോൾ നമ്മെ കാണുവാനോ നമ്മെ കരുതുവാനോ അല്ലെങ്കിൽ നമ്മോട് എന്താണെന്ന് ചോദിപ്പാനോ നമുക്കാരുമില്ല. പക്ഷേ ദുഃഖം കൊണ്ട് നാം നെടുവീർപ്പിട്ട് കരയുമ്പോൾ നമ്മെ തലോടുന്ന കൈകളെ നമുക്ക് അറിവാൻ സാധിക്കും. നാം ഇരിക്കുന്ന സ്ഥലത്തിൽ നമുക്ക് ഒരു പ്രകാശം നമുക്ക് ഉണരുവാൻ സാധിക്കും. നാം വിചാരിച്ചിരിക്കാത്ത സ്ഥലത്തിൽ നിന്ന്, നാം വിചാരിക്കാത്ത ആളിൽ നിന്ന് നമുക്ക് ഉപകാരങ്ങൾ എത്തിത്തരുന്നത് നാം കാണാറുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ കോരഹപുത്രന്മാരോട് നാമും ദൈവത്തെ പുകഴ്ത്തിപ്പാടാം. നമുക്ക് കഷ്ടകാലത്തിൽ ഒരു സങ്കേതമായി, ബലമായി, ഉറപ്പുള്ള പാറയായി കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന്. പ്രിയ ദൈവ പൈതലെ, വിശ്വാസിയായാലും അവിശ്വാസിയായാലും ദൈവത്തെ ഈ ലോകത്ത് ഏത് വ്യക്തി ഇത് കേട്ടുകൊണ്ടിരുന്നാലും നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു സങ്കേതമായി, കൂട്ടുകാരനായി നാം ദൈവത്തെ നാം കൂട്ടുപിടിക്കുകയാണെങ്കിൽ നിർബന്ധമായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അന്ത്യം വരെ എല്ലാ കാര്യത്തിലും തെളിവ് തന്ന് അന്ത്യം വരെ നടത്തുവാൻ കർത്താവ് ശക്തനാണെന്ന് നാം അറിയണം. കർത്താവ് അതിന് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.